എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. +1 അഡ്മിഷൻ്റെ കാലഘട്ടമാണ്, +1 അലോട്ട്മെൻറ്റിൻ്റെ കാലഘട്ടമാണ്. ഓൺലൈൻ ആപ്ലിക്കേഷനൊക്കെ കൊടുത്തു കഴിഞ്ഞു. ഇനി അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ്. അല്ലേ, ആദ്യം വരാൻ പോകുന്നത് ട്രയൽ അലോട്ട്മെൻറ്റ് ആണ്. എന്താണ് ട്രയൽ അലോട്ട്മെൻറ്റ്, എങ്ങനെയാണ് ട്രയൽ അലോട്ട്മെൻറ്റ്, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്, ഇതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അതിന് മുന്നേ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം +1 അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് വളരെ യൂസ്ഫുള്ളായ വീഡിയോകളും അതേപോലെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസും ഒക്കെ ഞങ്ങൾ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നൽകിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം നിങ്ങളുടെ കൂട്ടുകാരോടും ഈ ചാനലിനെ കുറിച്ച് പറയുക. ഈ ചാനൽ വന്നാൽ +1 അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുമെന്ന്. ഓക്കെ, ഇനി വളരെ പെട്ടെന്ന് നമുക്ക് കാര്യത്തിൽ കിടക്കാം. എന്താണ് ട്രയൽ അലോട്ട്മെൻറ്റ് നമുക്ക് നോക്കാം. നിങ്ങൾ ഓൺലൈനായിട്ട് ആപ്ലിക്കേഷനൊക്കെ ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞു അല്ലേ. നിങ്ങൾ ചിലപ്പോൾ അക്ഷയ വഴിയായിരിക്കാം, ചിലപ്പോൾ സ്വന്തമായിട്ട് കൊടുത്തായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വഴിയിലായിരിക്കാം ഓൺലൈൻ ആപ്ലിക്കേഷൻ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞു. അതിൽ നിങ്ങൾ നിങ്ങളുടെ എല്ലാ വിവരങ്ങളും കൊടുത്തിട്ടുണ്ട് അല്ലേ. നിങ്ങളുടെ അഡ്രസ്സ് കൊടുത്തു, കമ്മ്യൂണിറ്റി കൊടുത്തു, കാസ്റ്റ് കൊടുത്തു, അതിൻ്റെ കാറ്റഗറി കൊടുത്തു, പിന്നെ നിങ്ങളുടെ ഗ്രേഡിൻ്റെ വിവരങ്ങൾ കൊടുത്തു. അതിനൊക്കെ പുറമെ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങളുടെ ഏതൊക്കെ സ്കൂളിലാണ് നിങ്ങൾക്ക് കിട്ടാൻ താല്പര്യമെന്ന്, ഏത് കോഴ്സിനാണ് കിട്ടാൻ താല്പര്യമുള്ളത് എന്നും ആ ഓർഡറിൽ തന്നെ ഏറ്റവും താല്പര്യമുള്ള സ്കൂൾ മുതൽ താഴോട്ട് ആ ഓർഡറിൽ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞു. ഇങ്ങനെയാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ പോയിരിക്കുന്നത്. ഇനി ഈ ആപ്ലിക്കേഷൻ അടിസ്ഥാനമാക്കിയിട്ട് ഏത് സ്കൂളിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാൻ സാധ്യത, അല്ലെങ്കിൽ ഏതെങ്കിലും സ്കൂളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുമോ, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന അലോട്ട്മെൻറ്റാണ് ട്രയൽ അലോട്ട്മെൻറ്റ്. പ്രത്യേകം ശ്രദ്ധിക്കുക. പേര് സൂചിപ്പിക്കുന്നത് പോലെ ട്രയൽ അലോട്ട്മെൻറ്റ് കേവലം ഒരു ട്രയൽ മാത്രമാണ്, ഒരിക്കലും റിയൽ അല്ല. എന്ന് വെച്ചാൽ ട്രയൽ അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്കൊരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയെന്ന് വെച്ച് ആ സ്കൂളിൽ ചെന്ന് നിങ്ങൾക്ക് ഒരിക്കലും അഡ്മിഷൻ എടുക്കാൻ കഴിയില്ല. കാരണം ഇത് വെറും ട്രയലാണ്, കേവലം ഒരു ടെസ്റ്റ് റൺ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ട്രയൽ മാത്രമാണ് ഇത്. നിങ്ങൾക്ക് ഒരിക്കലും അതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്കിതാ ഇന്ന സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അവിടെ പോയിട്ട് അഡ്മിഷൻ എടുക്കാൻ കഴിയില്ല. ബിക്കോസ് ഇറ്റ് ഈസ് എ ട്രയൽ. ഓക്കെ, ഇനി അപ്പോൾ നിങ്ങൾ തോന്നും എന്തിനാണ് ഈ ട്രയൽ അലോട്ട്മെൻറ്റ് എന്ന് അല്ലേ. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആദ്യമായിട്ടല്ലേ മക്കളെ +1 അഡ്മിഷന് വേണ്ടിയിട്ടൊക്കെ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്, ആദ്യമായിട്ടല്ലേ ഈ ഒരു രീതി, ഈ ഒരു പ്രോസസ്സൊക്കെ നിങ്ങളുടെ ലൈഫിൽ ആദ്യമായിട്ടല്ലേ വരുന്നത്. സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പലതരത്തിലുള്ള മിസ്റ്റേക്കുകൾ വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾ കൊടുത്ത വിവരങ്ങൾ തെറ്റിപ്പോയിട്ടുണ്ടാകാം. ചിലപ്പോൾ നിങ്ങൾ ഓപ്ഷൻ കൊടുത്ത സ്കൂളുകളിലൊക്കെ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടാവാം. ഒരുപക്ഷെ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയില്ലാത്ത സ്കൂളുകളൊക്കെ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവുക. നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ള സ്കൂൾ ചിലപ്പോൾ നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവില്ല. അങ്ങനെ പല പ്രശ്നങ്ങളും നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടാവും അല്ലേ. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ളൊരവസരമാണ് ട്രയൽ അലോട്ട്മെൻറ്റ് തരുന്നത്. ഈ ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും. നിങ്ങൾക്ക് ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉദ്ദേശിച്ച സ്കൂളൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് നിങ്ങൾക്ക് വന്നുപോയി എന്ന ടെൻഷൻ ഉണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് തിരുത്താനൊരവസരം കിട്ടും. എന്ന് വെച്ചാൽ ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾ കൊടുത്ത ഓൺലൈൻ ആപ്ലിക്കേഷൻ ഒരിക്കൽ കൂടി എഡിറ്റ് ചെയ്യാനുള്ള അവസരം കിട്ടും. എന്ന് വെച്ചാൽ ട്രയൽ അലോട്ട്മെൻറ്റിന് വേണ്ടി നിങ്ങൾ കൊടുത്ത ഏത് വിവരവും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ കുറേ സ്കൂളുകൾ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടാവും. ആ സ്കൂളിൽ ഏതെങ്കിലും ഓപ്ഷൻ ഒഴിവാക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം. പുതിയ സ്കൂളുകൾ ആഡ് ചെയ്യണമെങ്കിൽ, അതായത് പുതിയ സ്കൂൾസ് കൂടുതലായിട്ട് ഓപ്ഷൻ കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി സ്കൂളിൻ്റെ ഓപ്ഷൻ കൊടുത്ത ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി ഒന്നാമത് കൊടുത്ത സ്കൂൾ മൂന്നാമതാക്കാനും, അഞ്ചാമത് കൊടുത്ത സ്കൂൾ ഒന്നാമതാക്കാനും ഒക്കെ നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം ഒരവസരം ലഭിക്കും. അതാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ എന്താണ് ട്രയൽ അലോട്ട്മെൻറ്റിൻ്റെ പ്രത്യേകത? ട്രയൽ അലോട്ട്മെൻറ്റ് കേവലം ഒരു ട്രയൽ മാത്രമാണ്. ഈ ട്രയൽ അലോട്ട്മെൻറ്റ് വെച്ച് ഒരിക്കലും നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടില്ല, അല്ലെങ്കിൽ പോയി എടുക്കാൻ കഴിയില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ട്രയൽ അലോട്ട്മെൻറ്റ് ശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ എന്നൊക്കെ മനസ്സിലാക്കി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാം. ഇനി ട്രയൽ അലോട്ട്മെൻറ്റ് ശേഷവും നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ ഒരു മാറ്റവും വരുത്താൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനൊന്നുമില്ല, നിങ്ങൾക്ക് അതേപോലെ മുന്നോട്ട് പോകാം. മാറ്റണമെന്നുള്ളവർക്ക് എഡിറ്റ് ചെയ്യാനുള്ള അവസരം കൂടി നമ്മൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ കൊടുത്ത അതേ വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യാൻ കഴിയും. അതിന് നിങ്ങൾ അക്ഷയയിലൊന്നും പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ ചെക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് ചെക്ക് ചെയ്യാം. എങ്ങനെയാണ് ചെക്ക് ചെയ്യുക എന്നുള്ളത് പ്രത്യേകം ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. യൂസർ നെയിമും പാസ്വേഡും ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ അല്ലേ, അതൊക്കെ കയ്യിൽ വേണമെങ്കിൽ ചെക്ക് ചെയ്യാൻ കഴിയൂ, അല്ലാതെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ കഴിയില്ല. സോ നിങ്ങൾക്ക് ഇത്രമാത്രം ഇപ്പം മനസ്സിലാക്കാനുള്ളൂ. ട്രയൽ അലോട്ട്മെൻറ്റ് നിങ്ങൾ നിലവിൽ കൊടുത്തിരിക്കുന്ന ഓൺലൈൻ ആപ്ലിക്കേഷൻ പ്രകാരം നിങ്ങൾ കിട്ടാൻ സാധ്യതയുള്ള സ്കൂൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുണ്ടോ, ഇതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരും. സാധ്യതയുണ്ടെങ്കിൽ അത് ഏത് സ്കൂളിലായിരിക്കും കിട്ടുക എന്നും കൂടി അവർ പറഞ്ഞു തരും. എന്ന് വെച്ച് അത് തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ആവണമെന്നില്ല. ട്രയൽ അലോട്ട്മെൻറ്റ് വന്ന റിസൾട്ടുകൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ മാറിയേക്കാം. നിലവിലെ ആപ്ലിക്കേഷൻ പ്രകാരം സാധ്യതയുള്ള സ്കൂളുകളാണ് പറയുക. കാരണം മറ്റൊരു കുട്ടി അവരുടെ ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ചാൻസ് കൂടാനും കുറയാനൊക്കെ സാധ്യതയുണ്ടെന്ന് മനസ്സിലാകും. ഒന്ന് ലോജിക്ക് വെച്ച് ആലോചിച്ച് നിങ്ങൾക്ക് ആ കാര്യം മനസ്സിലാകും എന്തുകൊണ്ടാണ് എന്ന്. ഓക്കെ, സോ ഇതാണ് പരിപാടി.
ട്രയൽ അലോട്ട്മെൻറ്റ് ശേഷം എഡിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. ഏത് ഡീറ്റെയിൽസും എഡിറ്റ് ചെയ്യാം. എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഫൈനലായിട്ട് കൺഫേം ചെയ്താൽ പിന്നീട് ഒരിക്കലും നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാൻ കഴിയില്ല. പിന്നെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഘട്ടത്തിൽ ഏറ്റവും അവസാനം മാത്രമേ ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയൂ. ഫസ്റ്റ് അലോട്ട്മെൻറ്റും സെക്കൻഡ് അലോട്ട്മെൻറ്റും തേർഡ് അലോട്ട്മെൻറ്റും ഒന്നും പിന്നെ ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാനോ സ്കൂളുകൾ ഓപ്ഷൻ മാറ്റാനോ ഒന്നും നിങ്ങൾക്ക് കഴിയില്ല. ഓക്കെ, സോ ട്രയൽ അലോട്ട്മെൻറ്റ് കഴിഞ്ഞാൽ ഒരൊറ്റ അവസരമുണ്ട്. അതിൽ എല്ലാം കൃത്യമായിട്ട് കറക്റ്റ് ചെയ്ത് തിരുത്തി റെഡിയാക്കി നിങ്ങൾ സെറ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ പിന്നെ ഒരിക്കലും അവസരം കിട്ടില്ല. ഇതിനു വേണ്ടി മാത്രമാണ് ട്രയൽ അലോട്ട്മെൻറ്റ് വരുന്നത് എന്നും കൂടി മനസ്സിലാക്കുക. സോ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ട്രയൽ അലോട്ട്മെൻറ്റ് ശേഷം ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്ത് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വരാൻ പോകുന്നത് ഫസ്റ്റ് അലോട്ട്മെൻറ്റാണ്. അത് റിയലാണ്. ആ അലോട്ട്മെൻറ്റിൽ ഈ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഒരു സ്കൂൾ കിട്ടിയാൽ നിങ്ങൾക്ക് അവിടെ പോയിട്ട് അഡ്മിഷൻ എടുക്കാൻ കഴിയും. അതിൽ യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ അത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് മാത്രമാണ്. ട്രയൽ അലോട്ട്മെൻറ്റിൽ ഒരിക്കലും നിങ്ങൾക്ക് അതിന് സാധിക്കില്ല. നിങ്ങൾക്ക് ജസ്റ്റ് ഒരു സാധ്യത മാത്രമായിരിക്കും ട്രയൽ അലോട്ട്മെൻറ്റ് പറഞ്ഞു തരിക.